നമസ്കാരം. ജർമ്മൻ ബേസിക്സിൻ്റെ ഈ രണ്ടാമത്തെ സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ജർമ്മൻ ഭാഷയിലെ അക്ഷരമാലയും കൂട്ടക്ഷരങ്ങളും അവയുടെ ഉച്ചാരണവും പഠിച്ചു. ഇന്ന് നമ്മൾ സംസാര ഭാഷയിലേക്ക് കടക്കുകയാണ്. കൊച്ചു കൊച്ചു സംസാര ഭാഷയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കട്ടെ. ജർമ്മൻ ഭാഷയിൽ നെയിംസ്, നാമം നമ്മൾ പറയില്ലേ, വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികൾ, മൃഗങ്ങൾ, മനുഷ്യൻ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ, അതിന് ആ വാക്ക് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലൈസ് ചെയ്യും. നമ്മൾ വലിയ അക്ഷരമായിരിക്കും, വലിയ അക്ഷരം കൊണ്ടായിരിക്കും അത് എഴുതുക. മരം അല്ലെങ്കിൽ ബെഡ്, ആകാശം, ഭൂമി, അതുപോലുള്ള വാക്കുകളെല്ലാം നമ്മൾ എഴുതുന്നത് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലൈസ് ചെയ്തിട്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ജർമ്മൻ വാക്കുകൾക്ക്, ജർമ്മൻ നാമങ്ങൾക്ക് എല്ലാത്തിനും ഒരു ജെൻഡർ അസൈൻ ചെയ്തിട്ടുണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗമായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും, അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രലായിരിക്കും. ഉദാഹരണമായിട്ട് ബുക്ക് എന്ന് പറയുന്നത് ന്യൂട്രലാണ്, സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഫെമിനിനാണ്, അതിൽ മേശ എന്ന് പറയുന്നത് മസ്കുലിനാണ്, മെയിൽ ജെൻഡറാണ് അതിന് അസൈൻ ചെയ്തത്. അപ്പോൾ അതിന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഒരു ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിൾ 3 തരത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. നമുക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കും നീ, നിങ്ങൾ, അല്ലെ താങ്കൾ. ജർമ്മൻ ഭാഷയിൽ പക്ഷേ 2 വാക്കുകളെ ഉള്ളത്. ഒന്നുകിൽ നീ, അതല്ലെങ്കിൽ താങ്കൾ. നീയും താങ്കൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, താങ്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ്, ബഹുമാനത്തോടുകൂടി. അത് നമ്മൾ അറിയാത്ത ആളുകളോട് നമ്മൾ താങ്കൾ എന്ന് പറയുന്നത്. പക്ഷേ അടുത്തുള്ള ആളുകളെ നമ്മളെല്ലാവരും നീ എന്നാണ് വിളിക്കുന്നത്. അത് പ്രായഭേദമന്യേ അല്ലാതെ എല്ലാവരെയും നമ്മൾ നീ തന്നെ വിളിക്കും. ഗ്രാൻഡ് ഫാദർ ആയാലും ശരി, ഫാദർ ആയാലും ശരി, അങ്കിളായാലും ശരി, കൂട്ടുകാരനായാലും ശരി, എല്ലാം നമ്മൾ നീ എന്നുള്ള വാക്കാണ് അതിനുപയോഗിക്കുന്നത്. അതിന് 2 വാക്ക്. നീ എന്നുള്ള വാക്ക്, അതായത് നമ്മൾ അടുത്തുള്ള ആളുകളെ വിളിക്കുന്നത് നീ എന്നുള്ള വാക്കിന് പകരമായിട്ട് അതിന് വാക്കിന് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഡു എന്നാണ്. ഡു. അതുപോലെ താങ്കൾ എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത് സി, ഇ, എ. ഞാൻ ഇതാ പറഞ്ഞുതരാം. ഇതുണ്ട ഡു, ഡു എന്ന് പറഞ്ഞാൽ നീ, അതിൻ്റെ അടിയിൽ ഇ, എ, സി. ഇത് സി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. മുകളിലുള്ളത് വലിയ ക്യാപിറ്റലൈസ് ചെയ്തതാണ് താങ്കൾ എന്നത് അങ്ങനെയാണ്. അതിൻ്റെ അടിയിൽ സി എന്ന് പറഞ്ഞാൽ അവൾ. അതുപോലെ അതേ വാക്ക് തന്നെ വേറൊരു അർത്ഥം കൂടിയുണ്ട്, അവർ. ഓക്കെ. അപ്പോൾ ഡു എന്ന് പറഞ്ഞാൽ നീ, സി എന്ന് പറഞ്ഞാൽ താങ്കൾ. ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, സി എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട് താങ്കൾ. ഇനി ജർമ്മൻ ഭാഷയിൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ആദ്യമേ തന്നെ രാവിലെ ആളുകളെ കാണുകയാണെങ്കിൽ നമ്മൾ പറയും ഗൂട്ടൻ മോർഗൻ. ഗൂട്ടൻ മോർഗൻ, GUTEN, ഗൂട്ടൻ. ഗൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ് അർത്ഥം. ഗുഡ്, ഗൂട്ടൻ. അതിൻ്റെ അടുത്ത് മോർഗൻ, MORGAN, മോർഗൻ. ഗൂട്ടൻ മോർഗൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർഗൻ എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് പ്രഭാതം, രണ്ടാമത്തെ അർത്ഥം നാളെ. അപ്പോൾ ഇതിനകത്ത് ഗൂട്ടൻ മോർഗൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. അപ്പോൾ ആദ്യത്തെ രാവിലെ നമ്മൾ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്നത് ഗൂട്ടൻ മോർഗൻ എന്ന് പറയുന്നതാണ്. ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് നമ്മൾ ആളുകളെ കാണുന്നതെങ്കിലോ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ട് ഗൂട്ടൻ ടാഗ്. ഗൂട്ടൻ ടാഗ്. ഗൂട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, ടാഗ് എന്ന് പറഞ്ഞാൽ ഡേ, ദിവസം. ഗുഡ് ഡേ, ശുഭദിനം. ടാഗ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടാഗ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ പറയാം, ഗും ഹായും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ് ഗുട്ടൻ ടാഗ്. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം, ടാഗ് എന്നുള്ളൊരു നൗൺ ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ടി.
മോർണിംഗിലും അതെ ഇത് കണ്ടോ, മോർഗൻ എം ക്യാപിറ്റലൈസ് ചെയ്തു. മോർണിംഗ് എന്ന് പറയുന്നൊരു നാമമാണ്. പിന്നെ ഗൂട്ടൻ ആബൻഡ്, GUTEN, ഗൂട്ടൻ ആബൻഡ്, ARBAND, ആബൻഡ്. ഗുഡ് ആബൻ എന്ന് പറഞ്ഞാൽ, ആബൻ എന്ന് പറഞ്ഞാൽ ഈവനിങ്. ഇറ്റ്സ് എ നൗൺ, എ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ശുഭസായാഹ്നം, ഗുഡ് ഈവനിങ്. ഇനി രാത്രിയിൽ നമ്മൾ ആളുകളെ കണ്ടിട്ട് ബൈ ബൈ പറയുമ്പോൾ എപ്പോഴാണ് എന്താ ചെയ്യുന്നത്? ഗുഡ് നൈറ്റ് പറയും. ഇതാ GUTE, ഗൂട്ടെ. നാഹ്റ്റ് എന്ന NACHT, ഗൂട്ടെ നാഹ്റ്റ്, ഗൂട്ടെ നാഹ്റ്റ്. ഈ രണ്ട് വാക്ക് ചേയും ഹായും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിനെ ഉച്ചരിക്കുന്ന തൊണ്ടയിൽ നിന്നെടുത്ത ഡീപ്പായിട്ടുള്ള ഹായാണ്. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അപ്പം ഇതിൽ നേരത്തെ ഇതിൽ ഗുട്ടൻ ആബൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗൂട്ടൻ ആബൻഡ്, ഗൂട്ടൻ എൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഗൂട്ടനും ഇവിടെയോ ഗൂട്ടേ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം നാഹ്റ്റ് എന്ന് പറയുന്നത് ഫെമിനിൻ ജെൻഡറാണ് അതിന് അസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് നോക്കേണ്ട, ഗൂട്ടൻ നാഹ്റ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഗുട്ടൻ നാഹ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്. ജർമ്മനിയിൽ തെക്കൻ സംസ്ഥാനത്ത് ചെന്ന് ബയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതുപോലെ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത് ഗ്രുസ് ഗോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് നോക്കി, ഗ്രുസ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് എന്നാണ് അർത്ഥം. വിഷ് ചെയ്യുന്ന, നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന. ഗോട്ട്, GOTT, ഗോട്ട് എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവത്തിൻ്റെ സ്തുതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നില്ല. പക്ഷേ ജർമ്മൻ ഭാഷയിൽ മതവുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. പകരം അവർ ഗ്രീറ്റ് ചെയ്യുന്നത് ശുഭദിനം, ഗുഡ് ഡേ. അത് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എല്ലാം അവർ ഗ്രുസ് ഗോട്ട് എന്ന് പറയും. ഗ്രുസ്, അത് പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഗ്രുസ്, എയും കൂടി ചേർന്നിട്ടുള്ള സ്വരമാണ് അതിനുള്ളത്. ഗ്രുസ് ഗോട്ട്. ഓക്കെ. പിന്നെ വേറെ ഒരു വാക്കുകൂടി പറയും. നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ പറയുന്നതാണ് ഹലോ. ഇത് എഴുതിയിരിക്കുന്നത് നോക്കുക, HALLO, ഹലോ എന്ന് പറയും. അപ്പോൾ ഗ്രുസ് ഗോട്ട് പറയും, ഹലോ പറയും, ഗൂട്ടൻ മോർഗൻ, ഗൂട്ടൻ ടാഗ്, ഗൂട്ടൻ ആബൻഡ്, ഗൂട്ടെ നാഹ്റ്റ്. ഇനി പരിചയപ്പെടുത്തണ്ടേ നമുക്ക്? ഇതാ നോക്കുക, എൻ്റെ പേര് പോൾ എന്നാണ്. ഇഷ് ഹൈസെ പൗൾ, ഇഷ് ഹൈസെ പൗൾ. എന്നെ എല്ലാവരും വിളിക്കുന്നത് പോൾ എന്നാണ്. പക്ഷേ ജർമ്മനി ചെന്ന് കഴിയുമ്പോൾ അവർ വിളിക്കുന്നത് പൗൾ എന്നാണ്. കാരണം ആയും ഊവും കൂടി അതിനെ ഉച്ചരിക്കുന്നത് ഔ എന്നാണ്, പൗൾ. ഇഷ് ഹൈസെ പൗൾ. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ, ഹൈസെ എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വാക്കുകളുടെ അർത്ഥത്തേക്കാൾ കൂടുതലായിട്ട് കൺസെപ്റ്റ്, ആശയം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇഷ് ഹൈസെ പൗൾ. എൻ്റെ പേര് പോൾ എന്നാണ്, അല്ലെങ്കിൽ ഞാൻ വിളിക്കപ്പെടുന്നത് പോൾ എന്നാണ്, പോൾ എന്ന പേരിലാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് പോൾ എന്നാണ് പറയുന്നത്, ഇഷ് ഹൈസെ പൗൾ. ഓക്കെ. ഇനി എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ പേരെങ്ങനെയാണ് ചോദിക്കുന്നത്? ഇതാ നോക്കുക, WEA, വി. ഇത് നോക്കി, ഈ ഉച്ചാരണം നോക്കണം. EA, ഇത് രണ്ടും ചേർന്നാൽ E. അതുപോലെ ഇതോ AE, ഇത് അങ്ങോട്ടും മറിച്ചിട്ടേക്കുക. ഇത് I, ഇത് E. HAEST, ഡു. വി ഹൈസ്റ്റ് ഡു. ഇവിടെ ഡു ഇവിടെ എഴുതി കഴിയുമ്പോൾ ഹൈസ്റ്റ് എന്നും വരും. അപ്പോൾ വി ഹൈസ്റ്റ് ഡു. നിൻ്റെ പേരെന്താണ്? നീ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്?
വി ഹൈസ് ടു. നിൻ്റെ പേരെന്താണ്? ഇനി നമുക്ക് താങ്കളുടെ പേരെന്താണെന്ന് ചോദിക്കണ്ടേ? അത് വ്യത്യാസമുണ്ട്. ഇത് വി ഹൈസ് ഡു, ഇത് വി ഹൈസൻ സി, വി ഹൈസൻ സി. ജർമ്മൻ ഭാഷയിൽ വരുമ്പോൾ നമ്മൾ മലയാളത്തിലുള്ള ഉച്ചാരണത്തെയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ സാവധാനത്തെ പരിചയിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. SIE ഞാൻ ഇംഗ്ലീഷിൽ SIE എന്നുള്ള സ്പെല്ലിംഗ്, ZEA, ഈ 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്നത്, മലയാളത്തിൽ കൺസെപ്റ്റോട് വായിക്കുകയാണെങ്കിൽ സി എന്ന് പറയും. പക്ഷേ ജർമ്മൻ ഭാഷയിൽ പറയുന്നത് സി എന്നാണ്. സീബ്ര എന്ന് പറയില്ലേ, അതുപോലെ സി എന്നാണ് പറയുന്നത്. വി ഹൈസൻ സി. ഓക്കെ, അപ്പോൾ അത് ഭാഷയിലുള്ള വ്യത്യാസം, ഉച്ചാരണ വ്യത്യാസം, ആക്സെൻറ്റിൽ, ഫോണറ്റിക്സിലുള്ള വ്യത്യാസമാണ്. പിന്നെ ഇത് ഓക്കെ. ഇനി വേറൊരു തരത്തിൽ നിൻ്റെ പേരെന്താണ് എന്ന് വേറെ തരത്തിൽ ചോദിക്കുന്നതാണ് വി എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെ. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആകുന്നു. ഈസ്റ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഈസ് എന്ന് പറയില്ലേ, അതാണ് ഈസ്റ്റ്. വി ഈസ്റ്റ്, എങ്ങനെ ആകുന്നു. ഇതിൻ്റെ അർത്ഥമാണ് DAEN, ഡൈൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമാണ് നിൻ്റെ. ഇത് നാമേ, മലയാളമായിട്ട് ബന്ധപ്പെട്ട നാമം എന്ന് പറയുന്നത് നാമേ, ഇംഗ്ലീഷിൽ നെയിം എന്ന് പറയും. വി ഈസ്റ്റ് ഡൈൻ നാമേ. നിൻ്റെ എങ്ങനെയാണ് നിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് 2 തരത്തിൽ ചോദിക്കാം. വി ഹൈസ് ഡു, അല്ലെങ്കിൽ വി ഹൈസൻ സി, അല്ലെങ്കിൽ വി ഹൈസ് ടു. വി ഹൈസൻ സി എന്ന് പറഞ്ഞാൽ താങ്കളുടെ പേര്. വി ഈസ് ഡൈനാമേ, ഇനി താങ്കളുടെ പേരെന്താണെന്ന് വേറെ വിധത്തിൽ ചോദിക്കുന്നു. വി ഈസ്റ്റ് ഇയർ, ഇയർ, വി ഈസ്റ്റ് ഇയർ നാമേ, ഓക്കെ. അപ്പം വി ഈസ്റ്റ് ഇയർ നാമേ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പേര്. ഇത് വി ഈസ്റ്റ് ഡൈൻ നാമേ എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരെന്താണ്. പിന്നെ ഇത് 3ാമത്തെ പേഴ്സണാണ്, 3ാമത്തെ ആൾ. അതായത് എർ എന്ന് പറഞ്ഞാൽ അവൻ, അയാൾ. അതിനുള്ള ഇത് വാക്കാണ് എർ. ഓക്കെ, 3ാമത്തെ പേഴ്സൺ. എർ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അയാൾ. എർ ഹൈസ്റ്റ് വിളിക്കപ്പെടുന്നത്, അവൻ വിളിക്കപ്പെടുന്നത് എറിക്. അവൻ്റെ പേര് എറിക് എന്നാണെന്ന് പറയുന്നതാണത്. ഓക്കെ, എർ എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. എർ എന്ന് പറഞ്ഞാൽ അവൻ. നേരത്തെ ഞാൻ പറഞ്ഞു തന്നില്ല, SEA, എന്ന് പറഞ്ഞാൽ അവൾ എന്നും അർത്ഥമുണ്ട്, അവരെന്നും അർത്ഥമുണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നീ ചോദിക്കില്ലേ, അല്ലെങ്കിൽ നീ എവിടെ നിന്നാണ് വരുന്നത്, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെ നീ എവിടെ നിന്നാണ് വരുന്നത്. അത് നോക്കിയേ. woher, komst, kommst, du. അതിൻ്റെ അർത്ഥം എവിടെ നിന്നാണ് വരുന്നത്, നീ എവിടെ നിന്നാണ് വരുന്നത്. woher comes to, നീ എവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ഇത് അതിൻ്റെ താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നതാണ്. woher kommen Sie, ക്യാപിറ്റലൈസ് ചെയ്ത എസ്, സി എന്ന് പറഞ്ഞാൽ താങ്കൾ. woher kommen Sie, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, woher kommen Sie, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്. ഇന്ന് ഇത്രയ്ക്ക് മതി.
അടുത്ത പ്രാവശ്യം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഓവർവെൽം ചെയ്യാതെ അടുത്ത പ്രാവശ്യം ഞാൻ ഫ്യൂ വേർഡ്സ് കൂടി ഫ്യൂ സെൻറ്റൻസ് കൂടി സംസാര ഭാഷ നിങ്ങളെ പഠിപ്പിക്കാം. നല്ല കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. പലർക്കും താല്പര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഭാഷ പഠിക്കുക എന്നുള്ളത്. അവർക്കെല്ലാം ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.